1518 ഫ്രാൻസിലെ സ്ട്രാസ്ബർഗിൽ അന്നത്തെ ഹോളി റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗം സംഭവിച്ച ഒരു നിഗൂഢമായ പ്രതിഭാസമാണ് 1518 നൃത്തബാധ, ഡാൻസിംഗ് പ്ലേഗ് ഓഫ് 1518 എന്നറിയപ്പെടുന്നത്. ഏകദേശം 50 മുതൽ 400 വരെ ആളുകൾ ആഴ്ചകളോളം നിർത്താതെ നൃത്തം ചെയ്യുകയും ചിലർ ക്ഷീണവും ഹൃദയാഘാതവും മൂലം മരണപ്പെടുകയും ചെയ്ത ഒരു സംഭവമാണിത്. 1518 ജൂലൈയിൽ ഫ്രൗ ട്രോഫിയ എന്ന ഒരു സ്ത്രീ സ്ട്രാസ്ബർഗിലെ തെരുവിൽ നിർത്താതെ നൃത്തം ചെയ്യാൻ തുടങ്ങി. യാതൊരു സംഗീതവുമില്ലാതെയായിരുന്നു ഇത്. ദിവസങ്ങളോളം അവർ നൃത്തം തുടർന്നു. ക്ഷീണിച്ച് തളർന്നു വീണാലും വിശ്രമശേഷം വീണ്ടും നൃത്തം ചെയ്തു. ആഴ്ചകൾക്കുള്ളിൽ മറ്റ് നിരവധി ആളുകളും ഫ്രോ ട്രോഫിയയോടൊപ്പം നൃത്തം ചെയ്യാൻ തുടങ്ങി. ഏകദേശം 400ഓളം ആളുകളിലേക്ക് ഈ നൃത്തബാധ പടർന്നു. രാവും പകലും വിശ്രമമില്ലാതെ ആളുകൾ നൃത്തം ചെയ്തുകൊണ്ടിരുന്നു. ചിലർക്ക് ശ്വാസം മുട്ടൽ, ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയ ആരോഗ്യപ്രശ്നങ്ങളുണ്ടാകുകയും മരണപ്പെടുകയും ചെയ്തു. നഗരത്തിലെ അധികാരികൾ ഇതിനെ ഒരു രോഗമായി കണ്ടില്ല. ചൂടുള്ള രക്തം, ഹോട്ട് ബ്ലഡ് കാരണമുണ്ടാകുന്ന അവസ്ഥയാണെന്നും കൂടുതൽ നൃത്തം ചെയ്യുന്നതിലൂടെ ഇത് മാറുമെന്നും അവർ വിശ്വസിച്ചു. ഇതിനായി നൃത്തം ചെയ്യുന്നവർക്ക് സംഗീതജ്ഞരെയും നർത്തകരെയും ഏർപ്പെടുത്തുകയും നൃത്തം ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഒരുക്കുകയും ചെയ്തു. എന്നാൽ ഇത് അവസ്ഥ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത്. സെപ്റ്റംബർ മാസത്തോടെയാണ് ഈ നൃത്തബാധ കുറയാൻ തുടങ്ങിയത്. ഈ പ്രതിഭാസത്തിന് കൃത്യമായ ഒരുത്തരം ഇന്നും ലഭ്യമല്ല. പല സിദ്ധാന്തങ്ങളും നിലവിലുണ്ട്. കൂട്ടമാനസികാസ്വാസ്ഥ്യം, മാസ് സൈക്കോജനിക് ഇൽനസ്, മാസ് ഹിസ്റ്റേരിയ ഏറ്റവും അംഗീകരിക്കപ്പെട്ട ഒരു സിദ്ധാന്തമാണിത്. കടുത്ത മാനസിക സമ്മർദ്ദവും ഭയവും കാരണം വലിയൊരു വിഭാഗം ആളുകൾക്ക് ഒരേ സമയം ഉണ്ടാകുന്ന മാനസികാസ്വാസ്ഥ്യമാണിത്. 1518 സ്ട്രാസ്ബർഗിൽ കടുത്ത ക്ഷാമവും വസൂരി പോലുള്ള രോഗങ്ങളും വ്യാപകമായിരുന്നു. ഇത് ജനങ്ങളെ വലിയ മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നു. സെന്റ് വിറ്റസ് എന്ന വിശുദ്ധനെ പ്രീതിപ്പെടുത്താത്തവർക്ക് നൃത്തം ചെയ്യാനുള്ള ശാപം ലഭിക്കുമെന്ന പ്രാദേശിക വിശ്വാസവും ഇതിന് കാരണമായേക്കാമെന്ന് ചില ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. എർഗട്ട് വിഷബാധ, എർഗോട്ട് പോയ്സണിംഗ്. റൈ പോലുള്ള ധാന്യങ്ങളിൽ വളരുന്ന ഒരുതരം പൂപ്പലാണ് എർഗട്ട്. ഈ പൂപ്പൽ കലർന്ന ഭക്ഷണം കഴിക്കുന്നത് അപസ്മാരം, മിഥ്യാബോധം, പേശീവലിവ് എന്നിവയ്ക്ക് കാരണമാകാറുണ്ട്. ഇത് നൃത്തബാധയ്ക്ക് കാരണമായിരിക്കാമെന്നും ചിലർ കരുതുന്നു. പൈശാചിക ബാധ, മതപരമായ ആചാരങ്ങളുടെ ഭാഗമായുള്ള നൃത്തം, രഹസ്യസംഘങ്ങളുടെ പ്രവർത്തനം എന്നിവയും ഈ പ്രതിഭാസത്തിന് കാരണമായി പറയപ്പെടുന്നുണ്ടെങ്കിലും ഇവയ്ക്ക് ശാസ്ത്രീയമായ അടിത്തറ കുറവാണ്. ഇന്നും ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢമായ സംഭവങ്ങളിലൊന്നായി 1518 നൃത്തബാധ നിലകൊള്ളുന്നു.